ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സിമ്പിൾ സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 3 പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. പാൽ എത്ര വേണേലും വേണ്ടതിനനുസരിച്ച് എടുക്കാം. അങ്ങനെ ഇത് പാൽ തിളയ്ക്കുന്ന നേരം കൊണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ നമുക്കൊന്ന് കഴുകി വാരയ്ക്കാം കേട്ടോ. ഇതിനും ഞാൻ കഴുകി വെച്ചേക്കുന്ന സേമിയാണിത്. ഇതിന് പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായിരിക്കും കേട്ടോ. കാരണം സേമിയ ഇട്ട കാരണം അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ നേരം കൊണ്ട് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അതിനായിട്ട് ഒരു 6-7 ഏലക്കായും പഞ്ചസാരയും ചേർത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഏലക്കായയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സിയിൽ നന്നായിട്ട് ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് പായസത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി പാലൊക്കെ ഒന്ന് കുറുകി വരണം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ പാലടയിലൊക്കെ പഞ്ചസാര കാരമലൈസ് ചെയ്യില്ലേ, അതുപോലെ ഞാനിതിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കളറും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നെയ്യ് ഒഴിച്ചിട്ട് ചെയ്യാം, പക്ഷെ ഇവിടെ നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം വെറുതെയാണ് ചെയ്യണത്. അങ്ങനെ അത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനും പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പായസത്തിൻ്റെ കളറിനൊക്കെ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് പാലൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂടുതലോ കുറവോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ചും കൂടി നോക്കിയിട്ട് മധുരം കുറച്ച് പോരാ തോന്നിയിട്ട് കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതേ നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു ചാനലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പായസം ഒന്ന് നന്നായി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് പായസം ഒന്നും കൂടി ഒന്ന് കുറുകണം. അങ്ങനെ കുറുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അതാ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. സേമിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടായിരിക്കും മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇടാം. ഞാനിവിടെ മുന്തിരി മാത്രമേ ഇടണുള്ളൂ. അങ്ങനെ മുന്തിരി ഇട്ടിട്ട് ഒന്ന് നന്നായി വറുത്ത് മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല രസമുള്ള കളറായിട്ടില്ലേ. അങ്ങനെ ഇത് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ പായസം ഫൈനലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. എല്ലാവരും കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. എല്ലാവരും മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു മിൽക്ക് മെയ്ഡോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സംഭവം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.